കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 1927 വോൾവോ എസ്റ്റാബ്ലിഷ് ആയത്. ഒരു വോൾവോ എന്നൊരു ബാഡ്ജിങ് അതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മൂന്നാം കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അതിനെ പറയാം. ഇതിൻ്റെ റഡാർ സിസ്റ്റം ആണത്. ഓക്കെ, ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ശരിക്കും ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീല് എത്രത്തോളം നമുക്ക് തരുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ ബോസ് വിൽക്കിൻസിന്റെ 1600 വാട്ട്സ് 19 സ്പീക്കേഴ്സാണ് വണ്ടിക്ക് അകത്തുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ. പൊളി പ്രത്യേക ഫീൽ കിട്ടും. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. തിയേറ്ററിക് മോഡ് സ്പേസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടും കാരണം രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നതാണ്. ഇന്നും ഞാൻ പൂങ്ങോട് ഹാലുങ്ങൽ ഫാമിലിയിലാണ്. ഇവിടെ ഇന്ന് വോൾവോ X90 എന്ന വണ്ടിയാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വണ്ടി ഞങ്ങൾക്ക് തന്ന മുസ്താഖിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വോൾവോ X90 എന്ന വണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാസ്ക് താൽക്കാലികമായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. വണ്ടിയുടെ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് വോൾവോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 1927 വോൾവോ എസ്റ്റാബ്ലിഷ് ആയത്. പിന്നെ അതുകൂടാതെ വോൾവോയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? വോൾവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വോൾവോ ആണ്. 1959 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പക്ഷേ അവർ പ്രത്യേകിച്ച് പാറ്റൻ്റ് ഒന്നും വെക്കാതെ എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തത്. അത് കാരണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സീറ്റ് ബെൽറ്റ് എല്ലാ വണ്ടികളിലും ഉണ്ടാവാൻ കാരണം. അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സേഫ്റ്റി. അന്ന് മുതലേ സേഫ്റ്റി പ്രൈമറി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നിർമ്മാതാക്കളാണ് വോൾവോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. എനിക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണിത്. ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ മറക്കും, എനിക്കറിയാം, വിട്ടുപോകും, എനിക്കറിയാം. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വശത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചന്തമുള്ള വണ്ടിയാണ് വോൾവോ എന്ന് ഉറപ്പായിട്ടും പറയാം. നല്ലൊരു LED ആയിട്ടുള്ള എല്ലാം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാമർ ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു DRL ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വോൾവോ ഫുൾ LED ആക്റ്റീവ് ഹൈ ബീം എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ഇവിടെ ഒരു ആക്ച്വേറ്റർ ഡമ്മി കൊടുക്കുന്നുണ്ട്. ഹെഡ് ലാമ്പ് വാഷറാണ്, ആക്ച്വേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ താഴെ വശത്തേക്കാണെങ്കിൽ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് കവറല്ല, ഒരു ഡമ്മി. ആ ഒരു ഡമ്മിയിൽ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഇവിടെ ഒരു സെൻസർ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ താഴെ വശത്തായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ നല്ലൊരു റേഡിയേറ്റർ, വലിയ റേഡിയേറ്റർ ടോപ്പ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 360 വ്യൂ ആണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. അതിന് വേണ്ടിയുള്ളൊരു ക്യാമറ ഫ്രണ്ട് വ്യൂവിലൊരു വോൾവോ എന്നൊരു ബാഡ്ജിങ് അതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വോൾവോയുടെ എംബ്ലം അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു ഗ്രില്ലാണ്. അതിന് താഴെയായിട്ടൊരു ചെറിയൊരു നമ്പർ പ്ലേറ്റ് ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലോവർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 6 സെൻസേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. 1 2 3 4 5 6 സെൻസേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ വ്യൂ ഉള്ളത്. വലിയ ഒരു ഫുഡാണ് കേട്ടോ. വലിയ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫെൻഡറിന് ബമ്പറിൻ്റെ ഈ കോർണറിന് കണക്ട് ചെയ്താണ്ട് ഒരു ഓവർ ഫെൻഡർ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 20 ഇഞ്ച് 10 സ്പോക്ക് അലോയ് വീൽസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. 20 ഇഞ്ചാണ് ടയർ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ റോക്കർ പാനൽ മോൾഡിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ ഫെൻഡറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് ഈ വൈപ്പറൊക്കെ ശരിക്കും ഈ കൗൾ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഡ്രൈവർക്കോ പാസഞ്ചർക്കോ ഒരു ബുദ്ധിമുട്ടോ വരില്ല. പിന്നെ ഇവിടെ വിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മൂന്നാം കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അതിനെ പറയാം. ഇതിൻ്റെ റഡാർ സിസ്റ്റമാണത്. ഓക്കെ, ഗ്ലാസ്സിൽ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ SRSൻ്റെ ഒരു വാണിംഗ് ഈ വിൻഷീൽഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിലേക്ക് വരികയാണെങ്കിലും അതുപോലെ തന്നെ വലിയ ഡോറുകളാണ്. വലിയ ഡോറിൻ്റെ കൂടുതൽ ക്രോം എലമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാം. ഈ ക്രോം എലമെൻറ്റ് മോൾഡിങ് മൊത്തത്തിൽ വണ്ടീനെ കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. താഴത്ത് ഈ ഒരു ലെതർഷിപ്പ് മോൾഡിങ്ങിലും ആ ഒരു ക്രോം ഫിനിഷ് കാണാം. പിന്നെ
താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഡോർ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലിതിൻ്റെ ഒരു പേര് ഇൻക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കീലെസ് എൻട്രി ആണ് കേട്ടോ എല്ലാം. 4 ഡോറും കീലെസ് എൻട്രി ആണ്. പിന്നെ ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിറർ ഉണ്ട്. ആ മിററിൽ തന്നെ ഒരു LED ലാമ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു സൈഡ് വ്യൂ മിററാണ് കേട്ടോ അത്. ഇതിലൊരു 360 വ്യൂക്ക് വേണ്ടി ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ വാർണിങ്സ് കാണിക്കാൻ ഇവിടെ മിററിൽ വാർണിങ്സ് എല്ലാം കാണിക്കും. പിന്നെ ബാക്ക് ഡോറിലും അതുപോലെ തന്നെ ഒരു ഡോർ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ബാഡ്ജിങ് ഒന്നുമില്ല, ഒരു ക്രോം മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ഇവിടെ കീലെസ് ഉണ്ട്, ലിക്വിഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ബാക്കിലേക്ക് വരികയാണ്, ക്വാർട്ടർ പാനലിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ, ഒരു മോൾഡിങ് ഇവിടെ ക്വാർട്ടർ പാനലിലും കൊടുത്തിട്ടുണ്ട്. അത് റിയർ ബമ്പറിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. വലിയൊരു ക്വാർട്ടർ പാനലാണ് എന്ന് പ്രത്യേകം പറയാട്ടോ. ഒരു വലിയൊരു റോക്കർ പാനൽ മോൾഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് സ്റ്റെപ്പ് വണ്ടിക്ക് കൊടുത്തിട്ടില്ല, കാരണം ഇതിൻ്റെ സസ്പെൻഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട്, ഹൈറ്റ് പ്രശ്നമില്ലാത്തത് കൊണ്ടായിരിക്കാം കമ്പനി ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല. ഈ ഡോർ ഹാൻഡിലിൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം ഫിനിഷ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അത്. റിയറിലെ ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്കാണ്. ഇതിലേക്ക് വരികയാണെങ്കിൽ നല്ല ചേർന്ന് നിൽക്കുന്നൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് കാണാം, ഒരു പനോരമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് കാണാം. ഓക്കെ, ഇത്രയാണ് റൂഫിലുള്ളത്. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ അൺലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ്സിന് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് തുറക്കുന്നുണ്ട്. ഇവിടെ ഡീസൽ എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വോൾവോയുടെ ചെറിയൊരു ബാഡ്ജിങ്ങും കാണാം. അപ്പോൾ വോൾവോ X90യുടെ റിയർ വശത്തേക്ക് വരികയാണെങ്കിൽ വലിയ ഒരു ടൈലാം യൂണിറ്റ് എന്ന് വോൾവോൻ്റെ പറയണം കേട്ടോ. 2 സൈഡിലായിട്ട് വലിയ, അത് ഏകദേശം റൂഫിൽ നിന്ന് തുടങ്ങി താഴെ വശത്തേക്ക് വരെയായിട്ട് ഒറ്റ ടൈലാം യൂണിറ്റ്, ഫുള്ളി LED ആയിട്ടുള്ള ഒരു ടൈലാം യൂണിറ്റ് ആണ്. പിന്നെ ഇവിടെ ടൈൽ ഡോറിൽ XC90 എന്ന വണ്ടിയുടെ ഒരു ബാഡ്ജിങ്, വണ്ടിയുടെ നെയിം ബാഡ്ജിങ് കാണാം. പിന്നെ വോൾവോയുടെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ D5 ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇൻക്രിപ്ഷൻ കാണാം. ഓൾ വീൽ ഡ്രൈവിൻ്റെ കാണാം. പിന്നെ റൂഫിലേക്ക് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഡിക്കി സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു സ്പോയിലറിൽ ഹൈ മൗണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോഗറിൻ്റെ ലൈൻസ് കാണാം. ആ ഡീഫോഗറിൻ്റെ ലൈൻ ഇവിടെ ക്വാർട്ടർ പാനലിൻ്റെ ഗ്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകതയായിട്ട് ഈ വോൾവോയ്ക്ക് കണ്ടതാണ്. ക്വാർട്ടർ പാനലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോർ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു LIC പ്ലേറ്റ് ബൾബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിലേക്ക് വരികയാണെങ്കിൽ 6 സെൻസേഴ്സ് റിയറിൽ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ 6 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എക്സോസ് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എക്സോസ് പൈപ്പിന് ഇവിടെ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിട്ട്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷ് അതിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോഹുക്കിൻ്റെ ഡമ്മി കൊടുത്തിട്ടുണ്ട്. റിയർ ബമ്പറിനെ 2-3 പോർഷൻ ആക്കിയിട്ടുണ്ട്. 1 2 3 ഈ ഒരു താഴത്തെ പോർഷൻ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. അത് ഒരു ബ്ലാക്ക് വണ്ടിക്ക് ഈ ഒരു സിൽവർ ഫിനിഷ് നല്ല ഭംഗിയായിട്ടുണ്ട്. 2140 mm ആണ് ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത് വരുന്നത്. 4953 mm ഓവറോൾ ലെങ്ത്ത് വണ്ടി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ 1740 mm ആണ് ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത്. 38 mm ആണ് ഇതിൻ്റെ ഓവറോൾ ബോഡി ക്ലിയറൻസ് കേട്ടോ. അത് നമുക്ക് എയർ സസ്പെൻഷൻ വഴി പൊക്കി കഴിഞ്ഞാൽ 260 mm വരെ നമുക്ക് ഹൈറ്റ് പൊക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്റീരിയറായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് വോൾവോയുടെ കീ കേട്ടോ. ഓക്കെ, ഹായ്, നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഒരു വുഡൻ കളറാണ് കേട്ടോ. ടോട്ടലായിട്ട് സീറ്റും എല്ലാം ഒരു വുഡൻ കളറിൽ നല്ലൊരു ഭംഗിയുള്ള ഇൻറ്റീരിയർ എന്ന് പറയാം. ഡോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോർ ഗ്ലാസിൻ്റെ സ്വിച്ചുകൾ കാണാം. പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാണാം. പിന്നെ ഈ സ്വിച്ചുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിച്ചാണ്. നമുക്ക് സീറ്റും നമുക്ക് ടോട്ടലി ഇതിൽ 3 സെറ്റാക്കി നമുക്ക് കാര്യങ്ങൾ വെക്കാം. സീറ്റ്, ക്ലൈമറ്റ് കൺട്രോൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി വെക്കാം. അതിലുള്ള 3 സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോവേഴ്സ് വിൽക്കിൻസിൻ്റെ 1600 വാട്ട്സ് 19 സ്പീക്കേഴ്സ് ഇതിലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റ് ഉറപ്പായിട്ടും ഈ വണ്ടിയിൽ ഉണ്ടാവും എന്ന് നമുക്കറിയാം. പിന്നെ അതുകൂടാതെ തന്നെ ഒരു വുഡൻ ഫിനിഷിൽ നമുക്ക് ഇവിടെ ഡോർ പാഡിൽ കാണാം. ഇത് ലെതർ ഫിനിഷാണ്.
നല്ല ഭംഗിയുള്ള ഡോർ പാഡ് കേട്ടോ, നല്ല സൂപ്പറായിട്ടുള്ള ഡോർ പാഡാണ്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വരികയാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് ഉറപ്പായിട്ടും വോൾവോനെ പറയണം. സീറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ശരിക്കും ഡോക്ടേഴ്സാണ് ഈ വോൾവോയുടെ സീറ്റ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാം കേട്ടോ. കാരണം മനുഷ്യൻ്റെ ബോഡിക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സീറ്റിലുണ്ട്. ഇതിൽ ഫ്രണ്ട് 2 സീറ്റിൽ മസാജിങ് ഉണ്ട് കേട്ടോ, മസാജിങ് ഉണ്ട്. പിന്നെ തൈ സപ്പോർട്ട്, ലംബർ സപ്പോർട്ട് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഉള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് ഇന്റീരിയർ ആയിട്ടുള്ള ഉള്ളിലെ ഫീച്ചേഴ്സിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്കാം കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഇവിടെ ഡ്രൈവ് മോഡ്സ് കാണാം, പിന്നെ ഒരു പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് കാണാം, പിന്നെ ഓട്ടോ സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലാണ് ഇവിടെ CD-യുടെ പ്ലോട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു വുഡൻ ഫിനിഷിൽ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കീയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വണ്ടി. പിന്നെ അതുകൂടാതെ മൊത്തത്തിൽ ഈ വണ്ടി നമ്മൾ ഫുൾ വ്യൂ കാണുന്ന സമയത്ത് സ്വിച്ചുകളെ വളരെ കുറച്ച് വോൾവോ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം സ്വിച്ചുകളുടെ എണ്ണം വളരെ കുറവാണ്. ഫുള്ള് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ വുഡൻ ആയിട്ടുള്ള കുറേ ജെന്യൂൻ ആയിട്ടുള്ള, ഇത് ശരിക്കുള്ള വുഡനാണ്, അല്ലാതെ മെറ്റീരിയൽ അല്ല, ശരിക്കും വുഡനായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ 9 എയർ ബാഗാണ് കേട്ടോ വോൾവോ ഈ XC90ക്ക് കൊടുത്തത്. അത് 2 സൈഡും കർട്ടൻ എയർ ബാഗ്സും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റെയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയറിങ് എന്ന് ഉറപ്പായിട്ടും പറയാം. ഇത്ര ഒരു വലിയ വണ്ടിയായിട്ട് പോലും നല്ല കംഫർട്ടായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു സ്റ്റെയറിങ് കാണാം. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ 2 സ്വിച്ച് സൈഡിലുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളുണ്ട്, വൈപ്പേഴ്സിൻ്റെ സ്വിച്ചുകളുണ്ട് സൈഡിൽ, അതുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് കൺസോളിൽ വണ്ടിയുടെ RPM മീറ്റർ കാണാം. പിന്നെ അതുകൂടാതെ നമ്മളെ മീറ്റർ കാണാം. അതുകൂടാതെ തന്നെ വണ്ടിയുടെ കിലോമീറ്റർ കാണാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ വാർണിംഗ്സ് എല്ലാം ഈ ഒരു സെൻട്രൽ കൺസോളിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, ടെമ്പറേച്ചർ കാണുന്നുണ്ട്, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ബോവേഴ്സ് വിൽക്കിൻസിൻ്റെ 19 സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1600 വാട്ട്സ് ആണ് കേട്ടോ. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ വണ്ടി ഉറപ്പായിട്ടും തരുന്നത് നമുക്ക് 100% നമുക്ക് പറയാം. പിന്നെ ഇവിടെ ആയിട്ട് ഇത് കണ്ടോ, ഈ റിയർ വ്യൂ മിററിൽ SC എന്ന് കാണിക്കുക, അത് ഇതിൻ്റെ ഡയറക്ഷനെ കാണിക്കുകയാണ്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഈ വണ്ടി നിർത്തിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ വാർണിങ്സ്, അതിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ നമ്മളെ ക്യാബിൻ ലൈറ്റിൻ്റെ സ്വിച്ചുകളുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ പനോരമിക് ആയിട്ടുള്ള സൺറൂഫിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഒരു മൂന്നാം കണ്ണെന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം ഈ ഒരു റഡാർ വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, പിന്നെ ഒരു മൂന്നാം കണ്ണായിട്ട് ഉറപ്പായിട്ടും ഈ റഡാർ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പൈലറ്റ് പാർക്ക് അസിസ്റ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പല കാര്യങ്ങളും ഞാൻ പറയാൻ വിട്ടുപോകും. കാരണം അത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് ഈ വോൾവോ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് സൺറൂഫ് നമുക്ക് പതിയെ പൊക്കി നോക്കാം കേട്ടോ. പനോരമിക് ആയിട്ടുള്ള വലിയൊരു സൺറൂഫാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു സൺറൂഫ് എന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാം. ആദ്യം സൺറൂഫിൻ്റെ ആ ഷെയ്ഡ് മാറിയ ശേഷം പിന്നെ സൺറൂഫ് മാറുന്നുള്ളൂ. പനോരമിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സൺറൂഫിന്, വോൾവോൻ്റെ സൺറൂഫിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു സൺറൂഫ്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ വോൾവോയെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഈ വോൾവോ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഈ 2020 കൂടിയൊക്കെ അവർ പറയുന്നത്
ഇനി ആക്സിഡൻറ്റ് സംഭവിച്ചാലും പാസഞ്ചർക്കും കോ പാസഞ്ചർക്കും ആൾക്കാർക്ക് മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ വോൾവോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും സേഫ്റ്റി ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രൈമറി ആയിട്ട് കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ഈ വോൾവോ. ഈ X90യുടെ ആണെങ്കിൽ ഈ സൈഡായിട്ടുള്ള ഈ സൈഡും ഈ ഒരു പാസഞ്ചർ കമ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് ഹൈ സ്ട്രെങ്ത് ബോറോൺ സ്റ്റീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം എന്തെങ്കിലും ഒരു കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് സൈഡായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും അത്ര പെട്ടെന്ന് എഫക്റ്റ് ആവില്ല. പിന്നെ അതുകൂടാതെ തന്നെ സൈഡ് എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വണ്ടിക്ക് വേണ്ട, അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വോൾവോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. പിന്നെ ഈ 2 സീറ്റുകൾ മസാജ് ഉണ്ട് കേട്ടോ. നല്ല ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആ ഡ്രൈവിന്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ ഈ മസാജ് സെറ്റിങ്സ് ഉറപ്പായിട്ടും നമുക്ക് പറ്റുമെന്ന് പറയാം. ഇതിന്റെ സ്റ്റെയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈമറിന്റെ ഒരു സ്വിച്ച് കാണാം, പിന്നെ വോളിയത്തിന്റെ സ്വിച്ചുകൾ കാണാം, പിന്നെ വോയിസ് കമാൻഡ്. ഇതിൽ വോയിസ് കമാൻഡ്, ഇതിന്റെ ഈ വോൾവോയുടെ വോയിസ് കമാൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വോയിസ് കമാൻഡ് ആണെന്ന് വോൾവോയുടെ നമ്മൾ ഉറപ്പായിട്ടും പറയണം കേട്ടോ. നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഈ വോൾവോയുടെ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫോണോ ലിങ്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വോൾവോ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ 4 AC വെന്റുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4 സോൺ AC കൺട്രോളാണ് ഈ വോൾവോയിലുള്ളത്. നമുക്ക് 4 സോൺ മീൻസ് ഇവിടെ ഡ്രൈവർക്ക്, കോ പാസഞ്ചർക്ക്, ഫസ്റ്റ് റോ സീറ്റിന്, സെക്കൻഡ് റോ സീറ്റിന് 4 സൈഡിക്കും 4 ഡിവിഷനായിട്ട് നമുക്ക് AC-യുടെ കൺട്രോൾസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു AC വെന്റുകൾ എന്ന് ഉറപ്പായിട്ടും പറയാം. ഒരു ക്രോം ഫിനിഷ് ഈ ഒരു ബട്ടന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് ഫസ്റ്റ് കിടക്കുമ്പോൾ കണ്ട, ഇത് ഫുള്ളി ഓട്ടോ ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു AC കൺട്രോളാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ AC-യുടെ കൺട്രോൾസ് കാണാം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോ സ്ക്രീനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതലേ പറയുന്നതാണ്, ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു വണ്ടിയാണ് വോൾവോ എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റത്തിൽ കാണിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ESC സ്പോർട്സ് മോഡ് ഉണ്ട്. ഇതിന് 3 മോഡ്സാണ് ഉള്ളത്. കണ്ടോ, ഇത് വണ്ടിക്ക് 3 അല്ല 4 മോഡ്സാണ് വണ്ടിക്കുള്ളത്. എക്കോ മോഡ് ഉണ്ട്, കംഫർട്ട് മോഡ് ഉണ്ട്, പോളിസ്റ്റർ എഞ്ചിനീയർഡ് മോഡ് ഉണ്ട്, ഓഫ് റോഡ്. 4 മോഡ്സാണ് ഈ വണ്ടിക്കുള്ളത്. അതുകൂടാതെ തന്നെ പിന്നെ നമ്മളെ ബാക്കിയുള്ളതാണെങ്കിൽ ESC സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈൻ കീപ്പിംഗ് എയ്ഡ്, നമ്മളൊരു ലൈനുള്ള റോഡ് കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ലൈൻ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വണ്ടി റെഡി ആവുന്നതാണ്. പിന്നെ പാർക്ക് അസിസ്റ്റന്റ് സ്വിച്ച് കാണാം. പിന്നെ അതുകൂടാതെ തന്നെ ക്രോസ് ട്രാഫിക് അലർട്ട്, നമ്മളെ പുറകേക്ക് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അതിനൊക്കെ നമുക്ക് അലർട്ട് തരുന്നൊരു ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് അലർട്ട് ഉണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ടിന്റെ ബട്ടൺ കാണാം. പിന്നെ ക്യാമറ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് 360 വ്യൂ ആണ്. അത് നമുക്ക് ഏത് ക്യാമറയാണെങ്കിലും ആ ക്യാമറ നമ്മളാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ പാർക്കിങ്ങിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ഓട്ടോ പാർക്കിങ്ങിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെ റിയറിൽ നമ്മളെ ഈ മിററിൽ കൂടെ അതിൻ്റെ വാണിംഗ് നമുക്ക് തരുന്നതാണ്. പിന്നെ റോഡിലെ സൈനിൻ്റെ ഇൻഫോർമേഷൻ്റെ ഉണ്ട്, ക്രൂയിസ് കൺട്രോളിൻ്റെ ഉണ്ട്, അഡ്ജസ്റ്റ് പാസഞ്ചർ. അതൊരു പ്രത്യേക ഫീച്ചറാണ്, ഞാൻ പറയാൻ വിട്ടുപോയൊരു ഫീച്ചറാണ്. കാരണം നമ്മളെ പാസഞ്ചർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ ഈ വോൾവോയിലുണ്ട്. പിന്നെ പ്രൈവറ്റ് ലോക്കിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം ഇതിലെ ഈ ഗ്ലോ ബോക്സ് ഒക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു കോഡ് ഇട്ടാണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ ഈ ഒരു വണ്ടിയിൽ പറ്റുന്നതാണ്. പിന്നെ കോർണറിംഗ് ലൈറ്റ് ഉണ്ട്, ആക്റ്റീവ് ബെൻഡിങ് ലൈറ്റ്, വൈപ്പർ സർവീസിൻ്റെ സ്വിച്ച് ഉണ്ട്, കൊളീഷൻ അവോയ്ഡ് അസിസ്റ്റന്റ്, ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ ഫസ്റ്റ് മുതലേ പറയുന്നതാണ്. നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്ര ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് ഈ വോൾവോ എന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാം. ഇത് പിന്നെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഈ വോൾവോയിലുള്ളത്. ഇത് മസാജിങ്ങിൻ്റെ സ്വിച്ചാണ്. ഈ സീറ്റിലും ഡ്രൈവർ സീറ്റിലും പിന്നെ അതുകൂടാതെ തന്നെ പാസഞ്ചർ സീറ്റിലും നമുക്ക് മസാജിങ് അവൈലബിൾ ആണ്. 4 വിധത്തിൽ നമുക്ക് ഇതിൻ്റെ ടൈൽ ഡോർ ഓപ്പൺ ചെയ്യാം കേട്ടോ. അത്
അതിൻ്റെ ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ റിമോട്ട് സ്വിച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ അതുകൂടാതെ തന്നെ ടൈൽ ഡോറിലുള്ള സ്വിച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ സൈഡ് ഗ്ലാസിനെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം മറ്റ് വണ്ടികളിലൊന്നും കാണാത്തൊരു ഫീച്ചർ ഈ വണ്ടിക്കുണ്ട്. കാരണം ഇതെല്ലാം ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. ലാമിനേറ്റഡ് ഗ്ലാസ് സാധാരണ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിന് മാത്രമാണ് കൂടുതലായിട്ട് ലാമിനേറ്റഡ് ഗ്ലാസ്സുകൾ വരാറുള്ളത്. പക്ഷേ ഈ വോൾവോയുടെ ഡോർ ഗ്ലാസ്സുകളെല്ലാം ലാമിനേറ്റഡ് ഗ്ലാസ്സുകളാണ്. അത് കാരണം എന്തെങ്കിലും ഒരു കൊളീഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്കായി പാസഞ്ചറെ മേലേക്ക് ഗ്ലാസ് ഒന്നും തെറിക്കാതെ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഈ ഒരു ലാമിനേറ്റഡ് ഗ്ലാസ്സിന് കഴിയുന്നത് അതൊരു പ്രത്യേക ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. സീറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് ഉറപ്പായിട്ടും നമുക്ക് വോൾവോനെ പറയണം. പിന്നെ അതുകൂടാതെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നല്ല ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാം, ലോക്കിൻ്റെ സ്വിച്ച് കാണാം, പിന്നെ ചെറിയൊരു ഇവിടെ ഒരു മാസ്റ്ററെ പോലത്തെ ഒരു സ്വിച്ച് കാണാം. പിന്നെ അതുകൂടാതെ തന്നെ പവർ സിൽക്കിങ്ങിൻ്റെ അതിൻ്റെ ആ ഒരു ബാഡ്ജിങ് വണ്ടി മൊത്തമായിട്ട് ഉണ്ട്. ആ ഒരു വുഡൻ ഫിനിഷും ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഒരു ഗ്ലാസ് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നും. പിന്നെ അതുകൂടാതെ തന്നെ നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഇരിക്കാനുള്ളൊരു കംഫോർട്ട് വണ്ടി നല്ലൊരു ഫീല് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെയും നമുക്ക് AC യുടെ കൺട്രോൾസ് ഉണ്ട് കേട്ടോ. 2 വെൻറ്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ്, ചെറിയൊരു ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാഫിൻ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് വശത്തായിട്ടും ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച്, ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡ് കർട്ടൻ എയർ ബാഗ് കാണാം. ടോട്ടലി പുറകിലിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് തരുന്ന ഒരു വണ്ടിന്ന് ഉറപ്പായിട്ടും നമുക്ക് ഈ വോൾവോ X90 പറയാം. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെക്കൻഡ് റോ സീറ്റാണ് വോൾവോയ്ക്കുള്ളത്. തേർഡ് റോയ്ക്ക് നമുക്ക് സീറ്റ് മടക്കി വെച്ച് ഉള്ളിലേക്ക് കയറാം. അത്യാവശ്യം വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു തേർഡ് റോ സീറ്റ് തന്നെയാണ് വോൾവോയ്ക്കുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ പറഞ്ഞു 4 സോൺ AC ആണ് വോൾവോയ്ക്കുള്ളത്. അത് കാരണം തന്നെ അതിൻ്റെ AC യുടെ വെൻറ്റുകളും കാര്യങ്ങളും എല്ലാം കാണാം. പിന്നെ റൂഫിലായിട്ട് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് സ്പീക്കേഴ്സ് കാണാം. ബാക്കിലും ഹുക്ക് ഉണ്ട്. പിന്നെ ഒരു ക്യാബിൻ ലൈറ്റ് കാണാം. അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പായിട്ടും നമുക്ക് വോൾവോയുടെ പുറകുവശത്തെ പറയാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു 2 സൈഡിലുമായിട്ട് ചെറിയൊരു നമുക്ക് ഒരു പാർസൽ ട്രേ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾവോയുടെ പുറകുവശത്തെ വിശേഷങ്ങളിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു 4 തരത്തിൽ നമുക്ക് ഈ വോൾവോയുടെ ടൈൽ ഡോറിനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു ഫ്രണ്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് കീല് തുറക്കാം. അതുകൂടാതെ ഇവിടെ ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് ഇതായി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ്. ഓക്കെ, 300 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് ഉള്ളത്. അതിൽ നമുക്ക് ഈ തേർഡ് റോ സീറ്റ് ഒന്ന് മടക്കി വെച്ചാൽ ഒരു 500-600 ലിറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് ബൂട്ട് സ്പേസ് കിട്ടും. ഇവിടെയും ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇവിടെ ക്യാബിൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ ബോക്സ് കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് എന്തെങ്കിലും ഹൈറ്റ് ഉള്ളൊരു സാധനങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റി വയ്ക്കണമെങ്കിൽ നമുക്ക് ഈ എയർ സസ്പെൻഷൻ വഴി നമുക്ക് വണ്ടിയെ ഒന്ന് താഴ്ത്താൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഡിക്കി നമ്മൾ ക്ലോസ് ചെയ്യണ സമയത്ത് ഇത് ക്ലോസ് ചെയ്യാനുള്ളൊരു സ്വിച്ചും ഉണ്ട്. അതിൻ്റെ എപ്പുറമായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യാനുള്ളൊരു സ്വിച്ചും ഇവിടെ കാണാം. നമുക്ക് ഈ സ്വിച്ച് അമർത്തി നമ്മൾ ലോക്ക് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കേട്ടോ. ഓക്കെ, 969 cc ആണ് വോൾവോയുടെ. 480 145 HP പവറുമാണ് വണ്ടിക്കുള്ളത്. എൻജിൻ റൂം കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വോൾവോ ഉറപ്പായിട്ടും പറയാം. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്കിവിടെ വാഷർ ഫ്യൂൽഡിൻ്റെ ഒരു ബ്ലൂ കളറിലൊരു കപ്പ് കാണാം. അത്യാവശ്യം നന്നായിട്ട് ഭംഗിയായിട്ട് ഇൻസുലേറ്റഡ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് വോൾവോ എൻജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. വണ്ടി ഓടിക്കുന്നത് ഇതിൻ്റെ ഓണറായ വലിയ വീടക്കൽ മുസ്താഖാണ്.
അപ്പോൾ നമുക്ക് മുസ്താഖിന്റെ ഒരു ഈ വണ്ടിയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ടെസ്റ്റ് ഡ്രൈവ് ആണ്, കാരണം സമയത്തിന്റെ പരിധികളും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് കാരണം ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ആണ്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നല്ലൊരു ഫീല്, ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന, ശരിക്കും ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. മുസ്താഖ് ഓടിക്കുമ്പോൾ മുസ്താഖിന് തോന്നിയ ഏറ്റവും നല്ലൊരു ഫീൽ എന്താണ് ശരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ? ഈ വണ്ടി ശരിക്കും ഒരു ഡ്രൈവേഴ്സ് കാറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിച്ച് നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യണവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളില്ല. എന്താ വെച്ചാൽ വളരെ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കാറാണ്. ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, ഫ്രണ്ടിൽ ഒരു വണ്ടി വരികയാണെങ്കിൽ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം, കോയലീഷൻ സിസ്റ്റം എന്ന് അതിനെ പറയും. അപ്പൊ അതൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അതേപോലെ ഇതിന് മറ്റേ ഓട്ടോ ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ, നമ്മളെ റോഡിന് അതിന്റെ ഒരു പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ട്. ലൈൻ അലർട്ട് ഉണ്ട്. അതെ, ലൈൻ അലർട്ട് ഉണ്ട്. ഉദാഹരണം വരിയുള്ള റോഡുകളിലാണെങ്കിൽ ലൈന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റിയറിംഗ് വരും. അതേപോലെ അതിന്റെ ഒരു ഉദാഹരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാലേ സ്റ്റിയറിംഗ് മര്യാദക്ക് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ? നമ്മള് ഇൻഡിക്കേറ്റേഴ്സ് സിഗ്നൽ ചെയ്താലേ നമുക്കത് തിരിയാൻ പറ്റും. ഈ ബോസ് വിൽക്കിൻസിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് ഇതില്. അതിന്റെ ഒരു എഫക്ട് എങ്ങനെയുണ്ട്? അത് ഭയങ്കര അടിപൊളി എഫക്റ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് 3 തരം. അതാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം 19 സ്പീക്കേഴ്സ് ഇതിലുണ്ട്. 1600 വാട്ട്സ് ആണ് ഇതിന്റെ സ്പീക്കറിന്റെ കപ്പാസിറ്റി. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഉറപ്പായിട്ടും ഇത് ഉണ്ടാവുമല്ലോ അല്ലെ? ലോങ് ഡ്രൈവിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേർട്ട് ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് കേൾക്കണ രൂപത്തിൽ നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റും. അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ യൂസ് ആയിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സ്പീക്കറായിട്ട് കേൾക്കാൻ ആ രീതിയിലും പറ്റും. ഇതിന്റെ ഡ്രൈവ് മോഡുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം ശരിക്കും? ഇതില് 3 തരം ഡ്രൈവ് മോഡുകളാണ്. ഒന്ന് എക്കോ മോഡ് എന്ന് പറഞ്ഞു. എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ എഫിഷ്യൻസിയിലൂടെ ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ നല്ല മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്കോ മോഡിൽ പോവാം. അല്ലെങ്കിൽ ഇതിൽ ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കംഫർട്ട് മോഡ്. അതെ, ഇപ്പൊ കംഫർട്ട് മോഡിലാണ് പോണത്. കംഫർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ഒരു വണ്ടി നമ്മളെ റോഡിൽ കൂടി അങ്ങനെ പോണ കംഫർട്ടിലായിട്ടില്ല വന്നത്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ പോളാർ എഞ്ചിനീയർ, പോളസ്റ്റാർ എഞ്ചിനീയർ. അത് നമ്മളെ സ്പോർട്സ് മോഡാണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടി ശരിക്കും ആ ഒരു വേരിയന്റ് ആണ് അതിന്റെ ബാഡ്ജിങ്ങിൽ കാണുന്നുണ്ട് ശരിക്കും. അതെ. പിന്നെ അത് കൂടാതെ അവസാനത്തെ ഒരു ഫീച്ചർ ഓഫ് റോഡ് എങ്ങനെ പോയിട്ടുണ്ടോ ഈ വണ്ടി കൊണ്ട്? ഈ വണ്ടിയിട്ടില്ല, പോയിട്ടില്ല. ലോങ് ഡ്രൈവ് പോയിട്ട് എന്താ എക്സ്പീരിയൻസ്? ലോങ് ഡ്രൈവിന് ഭയങ്കര സുഖമാണ്. പിന്നെ നമ്മളെ മസാജിങ്ങിന്റെ സിസ്റ്റം നമ്മൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ലോങ് ഡ്രൈവിന് പോവാണെങ്കിൽ നമുക്ക് ഊരവേദന അല്ലെങ്കിൽ പുറം വേദന ഒക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡ്രൈവിന്റെ കംഫർട്ട് ഫീൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് എക്സീരിയൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ 360 വ്യൂ കണ്ടോ? നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് വണ്ടിയുടെ 4 ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ റിയറിലോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ ശരിക്കും പറ്റുന്നുണ്ട്. ഇതിൻ്റെ സൺറൂഫിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, പനോരമിക് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് ഈ വോൾവോ XC90 കണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എത്രത്തോളം നമുക്ക് തരുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. നല്ലൊരു വെളിച്ചം, നല്ലൊരു ഫീല് ശരിക്കും നമുക്ക് വണ്ടി തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ് ശരിക്കും എൻജിൻ നോയ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്നേ അല്ല കേട്ടോ. ഒരു ചെറിയൊരു സൗണ്ട് പോലും നമുക്ക് ഫീൽ ചെയ്യണില്ല.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബോസ് വിൽക്കിൻസിന്റെ 1600 വാട്ട്സ് 19 സ്പീക്കേഴ്സ് ആണ് വണ്ടിക്ക് അകത്തുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എഫക്ട് നമുക്കൊന്ന് ഡ്രൈവ് ചോദിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ എല്ലാവിധ സഹകരണം എനിക്ക് വേണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പറയണം, ഞാനത് പരിഹരിച്ച് വരുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ ബൈ. ഓക്കെ.